ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഷാരിഖ് കല്ലുതുള്ളി നമ്മുടെ രാഹുലിൻ്റെ അടുത്തേലുമാണ്. നൈസായിട്ട് മുടി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി രാഹുലിൻ്റെ മുടി ചീവി കൊടുക്കുന്നതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. രാഹുൽ ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് പെട്ടെന്നൊരു സ്നേഹം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു രാഹുലേണ്ട ഒരു ക്ഷീണം എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് പുള്ളിക്കാരി മുടി ഒപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ തമ്മിൽ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഓരോ പ്ലാനും തെറ്റിപ്പോയി എന്നൊക്കെ രാഹുൽ ഇങ്ങനെ പറയുമ്പം ഷാരി ഇങ്ങനെ പുള്ളിക്കെതിരെ ഓരോന്നിങ്ങനെ ചിന്തിച്ചു കൂട്ടുവാണ്. എന്നിട്ട് മനുവിനെ കുറ്റം പറയാൻ നേരത്ത് മാത്രം ഷാരി പറയുന്നുണ്ട്, ഇനി എനിക്ക് എൻ്റെ മോളും മരുമോനും മാത്രമേ ഉള്ളൂ, ആ കാര്യം മാത്രം നിങ്ങൾ പറയണ്ട, ആ കാര്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും തമ്മിൽ വെറുതെ തർക്കം ഉണ്ടാവത്തേ ഉള്ളൂ എന്ന് പറയും. ഇതെല്ലാം കേട്ട് രാഹുലിന് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് എല്ലാം പറയുമ്പം ലാസ്റ്റ് ഷാരി ഇങ്ങനെ കുളിച്ച് പറയുന്നുണ്ട്, നാളത്തോടൊരു തീരുമാനമാവും, നാളത്തോടെ തീരുമാനം അറിയാമെന്നൊക്കെ പറഞ്ഞ് ഷാരി ആ മുടി കളക്ട് ചെയ്ത മുടിയും കൊണ്ട് പുറത്തിറങ്ങി ചിന്തിക്കുകയാണ്. ഒന്നെങ്കിൽ താരയുടെയും ഇങ്ങേരുടെയും മോളായിരിക്കും, അത് നാളെ ഞാൻ ഉറപ്പിക്കും എന്ന് പറഞ്ഞ് ആ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പുള്ളി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് കൊണ്ട് ഈ മുടിനാരയുടെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇവരാണോ അച്ഛനും അമ്മയെന്നും കൂടെ എനിക്ക് അറിയണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് വേണ്ടിയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് പറയുന്നില്ല, ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ മകളല്ലാന്ന് അറിഞ്ഞ് ആ പുള്ളിക്കാരി അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അറിഞ്ഞു എന്ന് പറയുമ്പം ചോദിക്കുന്നുണ്ട്, അപ്പം മാതാപിതാക്കൾക്ക് സ്വന്തം രക്ഷിതാക്കൾക്ക് തിരിച്ചു കൊടുക്കാനാണോ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരി അതൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഡോക്ടറിന് കാശ് കൊടുത്തിട്ട് നാളെ തന്നെ പറയണമെന്ന് പറയുമ്പോൾ ഡോക്ടർ കാശ് മേടിക്കുന്നില്ല കേട്ടോ. പുള്ളി പറഞ്ഞു, ആവശ്യത്തിനുള്ള കഴിഞ്ഞ അവിടെ തന്നെ തന്നു, ഞാൻ എന്തായാലും നാളെ തന്നെ റിസൾട്ട് അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ആ സാമ്പിളെല്ലാം മേടിച്ച് അവിടുന്ന് പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഷാരി ഇങ്ങനെ ചിന്തിക്കുകയാണ്, നാളെ എന്തായാലും എല്ലാം അറിയാമല്ലോ എന്നൊക്കെ ഓർത്ത് പുള്ളിക്കാരി കൂടെ ഇങ്ങനെ ഇരിക്കും. പിന്നെ കാണിക്കാൻ നമ്മുടെ പ്രകാശം ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ അമ്മൂമ്മ ഇങ്ങനെ പ്രകാശനോട് പറയുന്നുണ്ട്, സരയുൻ്റെ അവിടെ പണിക്ക് പോയി കഴിഞ്ഞാൽ 10,000 കിട്ടും, ഒരു 3,000 വീട് വാടകയ്ക്ക് എടുത്താലും പിന്നെ നമ്മുടെ മരുന്നിനുള്ള ചിലവ് മാത്രമേ ഉള്ളൂ എന്ന്. ആ സമയത്ത് സോണി ആൽബിയും കൂടെ അങ്ങ് വരുന്നുണ്ട്. അവർ ഭയങ്കരമായിട്ട് പ്രകാശനോട് കല്യാണോട് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുകയും മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആൽബി പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും ഞാൻ സോണി ഉപേക്ഷിച്ച് പോയല്ല, നിങ്ങളുടെ മകന് കിട്ടിയ ആ ഒരു ട്രഷർ നോക്കാൻ അറിയത്തില്ലായിരുന്നു, ഞാൻ എന്തായാലും ആ മണ്ടത്തരം കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കല്യാണിയോട് ചെയ്തതിൻ്റെയൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ് സോണിയും ആൽബി അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇതെല്ലാം കേട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും പുള്ളി പ്രകാശനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ അമ്മൂമ്മ പറയുന്നുണ്ട്, നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ഭാഗത്തും തെറ്റുണ്ടടാ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഇങ്ങനെ പ്രകാശനോട് പറയുവാണ്. ഈ സമയത്ത് നമ്മുടെ സോണി ആൽബിയും കൂടെ വിക്രത്തിനെ കാണാൻ വേണ്ടി ജയിലിൽ പോകാനിരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. എന്നിട്ട് ഇടയ്ക്ക് സോണി എപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ, സരയുവിൻ്റെ അവിടെ പണിക്ക് പോകുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ കല്യാണം സമ്മതിച്ചില്ല അവിടെ പണിക്ക് വരാൻ, അതുകൊണ്ട് അവിടെ പോകുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും സോണി കളിയാക്കുന്നുണ്ട് പോകുന്നതിന് മുമ്പ്, ഞങ്ങളുടെ അവിടെ കള്ളത്തരം ചെയ്യുന്നവരൊന്നും കയറ്റുമല്ല, എന്തായാലും നിങ്ങൾ ചെന്ന് പെടേണ്ട സ്ഥലത്ത് തന്നെ ചെന്ന് പെട്ടേക്കുന്നത്, എന്തായാലും കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് അവരും അവിടുന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയായ സമയത്ത് രാഹുലും സരയും ഷാരി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഷാരി ഇങ്ങനെ ഓരോ ചിന്തകളാണ്. അപ്പോൾ സരയും അമ്മ ഇതെന്താ ഫുഡ് കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും രാഹുൽ പറയുന്നുണ്ട്, അവൾക്കിപ്പം എനിക്ക് പ്രാന്താണല്ലോ, വേറെ കൂട്ടുവാണെന്നൊക്കെ തോന്നിക്കാണും, ഈ വയസ്സാങ്കാലത്ത് അവളുടെ ചിന്തയൊക്കെ കൂടിയേക്കുന്നതെന്ന് പറഞ്ഞ് രാഹുൽ ഷാരിയെ കൊള്ളിക്കുമ്പോൾ ഷാരി പറയുന്നുണ്ട്, പറയട്ടെ മോളെ, ഇന്നും കൂടെ അല്ലേ പറയുള്ളൂ, നാളെ തൊട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എരിവുള്ള കറി എടുത്ത് ഇങ്ങനെ വായിലോട്ട് ഞാൻ ഒഴിക്കും എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഇങ്ങനെ നാളത്തെ കാര്യത്തെപ്പറ്റി ഇങ്ങനെ തന്നെ ചിന്തിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സരി പറയാണ്, ആൻറ്റിയുടെ അവിടെ പോയി വന്നേ പിന്നെ അമ്മയ്ക്ക് മാറ്റം അങ്ങോട്ട് വിടണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രാഹുൽ പറയുന്നുണ്ട്, എനിക്കെൻ്റെ പെങ്ങളെ വിശ്വാസം, ആ കാര്യം ഓർത്ത് നിങ്ങളാരും വിഷമിക്കേണ്ട, അവൾക്ക് മക്കളെന്ന് പറഞ്ഞ ജീവനാണ്, പക്ഷേ ആ CS-നെ ചന്ദ്രശേഖരനെ കറക്റ്റായിട്ട് അവൾ കൊന്നു കഴിയുമ്പോൾ എന്നോട് പറയും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ഇതൊക്കെ കേട്ട് സരിയോന് അത്ര ദഹിക്കുന്നില്ല, എന്നാലും എന്തേലും ആട്ടം എന്നുള്ള രീതിയിൽ ആ പുള്ളിക്കാരി ഇരിക്കുന്നു. മനസ്സിൽ ഷാരി പറയുന്നുണ്ട് മണ്ടൻ എന്ന് പറഞ്ഞിട്ട് ഷാരി ഇരുന്ന് ഫുഡ് കഴിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് രാത്രി തന്നെ നമ്മുടെ കല്യാണിയും ഹസ്ബൻഡും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ കിരണോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് കിരൺ ഇങ്ങനെ, ആൻറ്റി എല്ലാം അറിഞ്ഞില്ലേ ഇതുവരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് പരസ്പരം പറയുന്നുണ്ട്, അറിഞ്ഞു കാണും, അല്ലെങ്കിൽ ആൻറ്റി ഇപ്പോൾ ഇവിടേക്ക് ഒരു ഭൂകമ്പം കൊണ്ട് വന്നേനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. കല്യാണി പിന്നെ ഷാരിയുടെ പാസിനെ പറ്റി ചോദിക്കാൻ നേരത്ത് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, കിരണിൻ്റെ അമ്മ തന്നെ കണ്ടുപിടിച്ച് കുടുംബത്തിന് ചേർന്നൊരു ബന്ധമാണ് ആൻറ്റിയുടെ, പുള്ളിക്കാരി പണ്ടിങ്ങനെയൊന്നും അല്ലായിരുന്നു, സരയു പണ്ടേ ഇതേ സ്വഭാവമായിരുന്നു എന്നൊക്കെ കിരൺ പറയുന്നുണ്ട്. എന്നിട്ട് അത്രയൊക്കെ പറഞ്ഞ് പരസ്പരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എത്തിയത്.